നമസ്കാരം. എൻ്റെ പേര് സീമ ശ്രീകുമാർ എന്നാണ്. ഞാൻ 25-26 അധ്യയന വർഷത്തിലെ എബനേസർ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും GNM പാസ് ഔട്ടായ മിഥുൻ ശ്രീകുമാറിൻ്റെ അമ്മയാണ്. എനിക്ക് എബനേസർ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. +2 കൊമേഴ്സ് വിദ്യാർത്ഥിയായിരുന്ന എൻ്റെ മകന് പെട്ടെന്നാണ് നഴ്സിംഗ് പഠിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായത്. ഞാൻ BComന് ചങ്ങനാശ്ശേരി കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. ആ സമയത്ത് നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായി. പക്ഷേ കൊമേഴ്സ് വിദ്യാർത്ഥിയായതുകൊണ്ട് ഡയറക്റ്റ് BSc നഴ്സിംഗിലേക്ക് പഠിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അവന് GNM എടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരായത്. ആ സമയത്ത് കോളേജ് ഏത് വേണം എന്നതിനെക്കുറിച്ച് ഒരു അന്വേഷണം ഉണ്ടാവുകയും നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ എബനേസർ കോളേജ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അറിയുന്നത്. ആദ്യം അഡ്മിഷൻ എടുക്കുന്നതിന് മുൻപ് തന്നെ കോളേജിൽ വന്ന് കോളേജിൻ്റെ ഫെസിലിറ്റീസിനെ കുറിച്ചൊക്കെ ഞങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കുകയും കാണുകയൊക്കെ ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ചെന്ന സമയം തന്നെ കോളേജിൻ്റെ അറ്റ്മോസ്ഫിയർ, ഇൻഫ്രാസ്ട്രക്ചർ, മറ്റ് സൗകര്യങ്ങളൊക്കെ, ഹോസ്റ്റൽ സൗകര്യങ്ങളും സ്റ്റാഫുകളുടെയും അധ്യാപകരുടെയും ഒക്കെ സമീപനങ്ങളൊക്കെ ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഞാനൊരു പഞ്ചായത്ത് മെമ്പർ കൂടി ആയതുകൊണ്ട് ഒരുപാട് തവണ കോളേജിൽ വരാൻ കഴിഞ്ഞില്ല ഈ 3 വർഷത്തോളം. എങ്കിലും 3 തവണ ഞാൻ കോളേജിൽ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കോളേജിൽ വന്നത് സർട്ടിഫിക്കറ്റ് സെറമണിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. കോൺവെക്കേഷനാണ്. ആദ്യത്തെ സമയത്ത് ആ കോളേജിൽ എത്തി മകൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതുകൊണ്ട് എങ്ങനെയായിരിക്കും ബാംഗ്ലൂരിൽ, പ്രത്യേകിച്ച് അമ്മമാർക്ക് കുട്ടികളെ കേരളത്തിന് വെളിയിൽ പോയി പഠിക്കുമ്പോൾ ഒരു വലിയ ആശങ്ക ഉണ്ടാകും. എങ്ങനെയായിരിക്കും കുട്ടികൾ അവിടെ ചെന്നാൽ ബിഹേവ് ചെയ്യുന്നത്, മറ്റ് സാഹചര്യങ്ങളിലൊക്കെ എത്തിപ്പെടുമെന്നുള്ളൊരു ഭയങ്കര ആശങ്ക അമ്മമാരുടെ മനസ്സിൽ, രക്ഷകർത്താക്കളുടെ മനസ്സിലുണ്ടാകും. ആ ഒരു ആശങ്ക എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് കോളേജിലെ മറ്റ് സൗകര്യങ്ങളും ഹോസ്റ്റൽ സൗകര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തീർച്ചയായിട്ടും എനിക്കൊരു സമാധാനം ഉണ്ടായി. എങ്കിലും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ കുറച്ചൊരു പ്രശ്നം അവനും എനിക്കും ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് കോളേജിൽ നിന്ന് യാതൊരു തരം ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ആദ്യത്തെ വർഷം, ഈ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ വർഷം അവനൊരു അല്പം ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ പിന്നീട് അടുത്ത വർഷവും തൊട്ടടുത്ത വർഷവും ഏറ്റവും ഫൈനൽ ഇയറിലും ഒക്കെ നല്ല മാർക്ക് നേടി കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡൻ്റായിട്ട് മാറാൻ കഴിഞ്ഞത് ആ കോളേജിൻ്റെയും കോളേജിലെ മറ്റ് അധ്യാപകരുടെയും ഒക്കെ ഹെൽപ്പും മറ്റ് അവരുടെ കുട്ടികളോടുള്ള സമീപന രീതിയൊക്കെ കൊണ്ട് തന്നെയാണ്. ഇതിനിടയ്ക്ക് കഴിഞ്ഞ 2 വർഷത്തോളം പല കുട്ടികളെയും ഞാൻ നമ്മുടെ കോളേജിലേക്ക് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു കോളേജിനെ കുറിച്ച് മറ്റുള്ളവരോട് അല്ലെങ്കിൽ മറ്റു വിദ്യാർത്ഥികളോട് റെക്കമെൻഡ് ചെയ്യണമെങ്കിൽ ആ കോളേജിന് എന്തെങ്കിലും നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കണം. തീർച്ചയായിട്ടും ആ ഗുണങ്ങൾ നമ്മുടെ കോളേജിന് തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് മകൻ്റെ കുറിച്ച് അവിടെ കോളേജിലുള്ള അധ്യാപകർക്കൊക്കെ വളരെ അഭിമാനത്തോടെ എന്നോട് പറയുമ്പോൾ എനിക്ക് വലിയൊരു അഭിമാനമായിട്ട് തോന്നിയിട്ടുണ്ട്. അവന് നല്ല മാർക്ക് നേടി ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ലഭിച്ചു. കൂടാതെ പാസ് ഔട്ടായ ഉടൻ തന്നെ അവന് സ്റ്റാർ എയർലൈൻസിലേക്ക് പ്ലേസ്മെൻറ്റും ലഭിച്ചു എന്നുള്ളത് എടുത്തു പറയത്തക്ക കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഞാൻ ഈ കോളേജിനെ പല സ്റ്റുഡൻസിനും പല കുട്ടികൾക്കും വേണ്ടി ഞാൻ ഈ കോളേജിനെ വീണ്ടും റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും എന്നുകൂടി ഈ ഒരു അവസരം ഞാൻ അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.